നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ പൂക്കോട് വെറ്ററിനറി കോളേജിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥിന്റേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കടുത്ത മാനസിക പീഡനത്തെ തുടർന്ന് 3 തവണ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും ക്രൂരതയ്ക്കിരയായ മുൻ വിദ്യാർത്ഥി ഒരു മാധ്യമത്തോട് പറഞ്ഞു. 2019 ബാച്ചിലെ വിദ്യാർത്ഥിയുടേതാണ് വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിയായ കാശിനാഥൻ അടക്കമുള്ള സംഘമാണ് തന്നെയും ദ്രോഹിച്ചതെന്ന് വിദ്യാർത്ഥി പറയുന്നു. ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള 3 പേർ അന്നും ഉണ്ടായിരുന്നു. ഭിന്നശേഷി വിദ്യാർത്ഥി ആയിരുന്നിട്ട് പോലും തന്നോട് ദയ കാട്ടിയില്ല. മാനസിക പീഡനം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. പഠനം ഉപേക്ഷിച്ച് കോളേജ് വിട്ടു പോവുകയായിരുന്നുവെന്നും വിദ്യാർത്ഥി പറയുന്നു. അവിടെ തുടർന്നു നിന്നുവെങ്കിൽ തനിക്കും സിദ്ധാർത്ഥന്റെ ഗതിയാകുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെകുത്താൻ കോട്ടയാണ് മെൻസ് ഹോസ്റ്റൽ. നിരവധി കുട്ടികൾ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. 3 ആഴ്ചയോളം മെസ്സിൽ നിന്ന് എനിക്ക് ആഹാരം തന്നില്ല. ആരും സഹകരിക്കരുതെന്ന് അവർ എല്ലാവരോടും നിർദ്ദേശം കൊടുക്കും. എല്ലാ ബാച്ചിലും ഇതുപോലെ ഓരോ ആളുകളെ ഒറ്റപ്പെടുത്തും. എനിക്കറിയാവുന്ന നിരവധി പേരെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. സഹിക്കാനാവാത്ത ഒറ്റപ്പെടുത്തലാണ് അവർ നടത്തുക. കാലിന് സ്വാധീനക്കുറവുള്ളതുകൊണ്ടാണ് എന്നെ മർദ്ദിക്കാതിരുന്നത്. ആ സമയം സാമൂഹിക മാധ്യമങ്ങളിൽ ലൈവ് വന്നിരുന്നു. പക്ഷേ എന്നെ അവർ ഭീഷണിപ്പെടുത്തി. ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പറയാത്തത് പേടികൊണ്ടാണ്, മുൻ വിദ്യാർത്ഥി പറയുന്നു. ഡീനിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് മുൻ വിദ്യാർത്ഥി ഉയർത്തിയിരിക്കുന്നത്. കോളേജിൽ നിന്ന് ഒരു പിന്തുണയും കിട്ടില്ലെന്ന് ഡീൻ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെത് ആത്മഹത്യയാണെന്ന് കരുതുന്നില്ല. പേടിച്ചിട്ടാണ് ആരുമൊന്നും പുറത്തു പറയാത്തതെന്നും വിദ്യാർത്ഥി പറഞ്ഞു. പല വിദ്യാർത്ഥികളും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മടിച്ചു നിന്നെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. മാത്രമല്ല 2019-2022 അഡ്മിഷൻകാരായ 2 കുട്ടികൾക്ക് നേരെയും മുമ്പ് ഇത്തരത്തിൽ പീഡനം നടന്നിരുന്നു. അന്നും അധികൃതർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതിന് പിന്നാലെയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മകനോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ അക്ഷയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. അക്ഷയെ ആരൊക്കെയോ ചേർന്ന് സംരക്ഷിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. നിലവിൽ അക്ഷയ് എവിടെയാണെന്നത് വ്യക്തമല്ല. സിദ്ധാർത്ഥിനെതിരെ തീവണ്ടിയിലടക്കം കൊലപാതക ശ്രമം നടന്നുവെന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇതിനുള്ള CBI അന്വേഷണം നിർണായകമാവുന്നത്. സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി, ഡീൻ, അസിസ്റ്റന്റ് വാർഡ് എന്നിവരെ കൂടി പ്രതി ചേർക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സിദ്ധാർത്ഥിന്റെ കൂട്ടുകാരായ അക്ഷയിലേക്കും കൂട്ടുകാരായ മറ്റു ചതിയന്മാരിലേക്കും ആ പെൺകുട്ടിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതിനിടെ JS സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് അടച്ചിട്ട വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് കഴിഞ്ഞ ദിവസം തുറന്നു. പെൺകുട്ടികളിൽ ഏറെയും ക്യാമ്പസുകൾ എത്തിയിരുന്നെങ്കിലും ആൺകുട്ടികളെ ഭൂരിഭാഗവും എത്തിയിരുന്നില്ല. ഇതിൽ ചിലർ സസ്പെൻഷനിലാണ്. സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി അറിയിച്ചിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചതിന് പിന്നാലെ ക്യാമ്പസിലും ഹോസ്റ്റലിലും CCTV ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പുതിയ വൈസ് ചാൻസലർ അധികാരമേറ്റതോടെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കി തുടങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.